ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് ഈ റൊട്ടി എന്ന് നോക്കിക്കേ. ഇത് ഖോബ റൊട്ടി, രാജസ്ഥാനിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിൻ്റെ കൂടെ കറിയായിട്ട് പാലക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാലക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സാധാരണ ചീരയായാലും മതി. പച്ചച്ചീരയോ ചുവന്ന ചീരയോ ആകാം. പാലക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്, നല്ല ഫ്രഷ് പാലക്കാണ്. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. പാലക്ക് വളരെ സോഫ്റ്റാണ്. ഇത് ഈ തണുപ്പ് സീസണിലാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പാലക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല. എങ്ങനെ അരിഞ്ഞാലും പാലക്ക് പെട്ടെന്ന് വേവുന്നൊരു ലീഫാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സവാളയും 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ ചോപ്പറിൽ പൊടിച്ചെടുക്കാം. ഇതുപോലൊരു ചോപ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടക്കും. ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ സവാള, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ കൈകൊണ്ട് എങ്ങനെയാണോ അരിയുന്നത് അതുപോലെ തന്നെ കിട്ടും. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിൽ 1 ടീസ്പൂൺ ജീരകമിടാം. ജീരകം പൊട്ടുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞ സവാളയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടിയൊക്കെ ആവശ്യാനുസരണം ചേർക്കാം. ഞാൻ വളരെ കുറച്ചാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത്. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതുകൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. നേരത്തെ സവാളയിൽ ഉപ്പ് ചേർത്തതിനാൽ ടൊമാറ്റോയിലുള്ള വെള്ളം കൂടി ഊറി ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിലുള്ള വെള്ളം വറ്റിക്കിട്ടും. ഇതിലിനി നമുക്ക് പാലക്ക് ചേർക്കാം. നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ലെങ്കിലും ഈ പാലക്ക് ചീര എവിടെയെങ്കിലും കടകളിൽ പോകുമ്പോൾ കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിക്കുക. പാലക്ക് ചീര രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെയധികം ഉത്തമമാണ്. വൈറ്റമിൻ എയും കെയും വിറ്റാമിൻ ബിയും മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, ഫോസ്ഫറസ് അങ്ങനെ പലതരം പോഷകങ്ങളുടെ ഒരു കലവറയാണ് ഈ പാലക്ക് ചീര. 1-2 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പാനിൽ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്, ബേസൻ. ഇതൊന്ന് വറുത്തെടുക്കണം. കറിക്ക് അല്പം കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഏത് തരം കറിയായാലും കറിക്ക് കൊഴുപ്പ് കൂട്ടണമെങ്കിൽ ഇതുപോലെ ഒരല്പം ബേസൻ ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തിട്ടാൽ അറിയുകയില്ല ഇത് എന്താണ് ചേർത്തിരിക്കുന്നതെന്ന്. അത്രയ്ക്ക് നല്ല കൊഴുപ്പുമായിരിക്കും, നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കടുക് വറുക്കുന്ന പാത്രത്തിലിട്ടൊന്ന് വറുത്തെടുത്തത്. ഇതുപോലൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിൽ കട്ടയായിട്ടൊക്കെ കിടക്കും. ഇതിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച്, വെള്ളം തിളച്ച വെള്ളമാണ്, അല്പം തിളച്ച വെള്ളം ചേർത്ത് കറി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഈ കറി ഒന്ന് കൊഴുത്ത് വരും. ഇതിൽ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര ടേസ്റ്റാണിത്. ചോറ്, ചപ്പാത്തി, പൊറോട്ട, പൂരി ഏതിനൊപ്പവും കഴിക്കാനിത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് മനസ്സിലായില്ലേ? വളരെ പെട്ടെന്നാണ് ഒരു ചീരക്കറി റെഡിയായത്. ഇതിലിനി അല്പം വെളുത്തുള്ളിയൊക്കെ ചേർത്തൊന്ന് താളിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ കുറച്ച് വെളുത്തുള്ളി വട്ടത്തിന് അരിഞ്ഞതാണ്. ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അല്പം മുളക് പൊടി ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിങ്ങനെ മുകളിലൂടെ ഒഴിക്കുമ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്, ടേസ്റ്റും നല്ലതാണ്. ഇനി അടുത്തതായിട്ട് രാജസ്ഥാനിലെ പ്രശസ്തമായ ഖോബ റൊട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് ഒരു ബീട്രൂട്ട് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് കുക്കറിലിട്ട് 3 വിസിൽ കേൾപ്പിക്കാം. ഒരല്പം വെള്ളം ഒഴിക്കാം. ഇത് അടച്ചു വച്ചിട്ട് 3 വിസിൽ. ഇപ്പോൾ വിസിലൊക്കെ വന്നു, കുക്കർ തണുത്തു. ഇനി അത് തുറന്ന് നോക്കാം. ബീട്രൂട്ടൊന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ആട്ടമാവ്, കുറച്ച് ആട്ടമാവ് എടുത്തിട്ട് അതിൽ ഈ ബീട്രൂട്ട് അരച്ചതും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് അജോയിനാണ്, ഓമം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്.
ഇത് വയറ്റിനും വളരെ നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് ഇടയ്ക്ക് ഈ അജോയിൻ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ആട്ട കുഴച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഖോബ റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ 10 മിനിറ്റായി. ആട്ട ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മാവ് കൊണ്ട് 2 ഖോബ റൊട്ടി നമുക്ക് ഉണ്ടാക്കാം. ഈ ആട്ടമാവിൽ കുറച്ചുകൂടി മസാലയൊക്കെ ചേർത്ത് മസാലയായിട്ടുള്ള ഖോബ റൊട്ടി തയ്യാറാക്കിയാൽ വേറെ കറിയൊന്നും വേണ്ട. അതിൽ കുറച്ച് വെളുത്തുള്ളി ചേർക്കാം, കസൂരി മേത്തി ചേർക്കാം, അതുപോലെ കുറച്ച് മല്ലിയിലയും കുറച്ച് മറ്റ് ഇലകളും ക്യാരറ്റും ഒക്കെ ചേർത്ത് ഇതുപോലെ ഖോബ റൊട്ടി തയ്യാറാക്കാം. എന്നിട്ട് യാത്രയിലൊക്കെ കൊണ്ടുപോയി കഴിക്കാൻ പറ്റിയതാണ്. വളരെ കട്ടിയായിട്ടുള്ള ഒരു റൊട്ടിയാണിത്. കുറച്ച് കട്ടിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ട് 2 സൈഡും ചൂടാക്കിയെടുക്കണം. 2 സൈഡും ചൂടാക്കിയതിന് ശേഷമാണ് ഇതിൽ ഷേപ്പ് കൊടുക്കുന്നത്. ഖോബ റൊട്ടിയുടെ ഷേപ്പ് കൊടുക്കാനായിട്ട് ഞാൻ ഈ ചിമ്ടയാണ് ഉപയോഗിക്കുന്നത്. ചിമ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ എടുത്ത് ചുട്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പിടിച്ചെടുക്കുന്നൊരു സാധനം. ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ഷേപ്പ് ചെയ്യാം. രാജസ്ഥാനിലൊക്കെ അവർ കൈ കൊണ്ടാണ് ഇങ്ങനെ നുള്ളി ഈ ഷേപ്പിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ അത്ര പ്രാക്ടീസ് ഇല്ലല്ലോ. അതുപോലെ ചൂടുമല്ലേ, അവർക്കതൊക്കെ അത് നിത്യം ചെയ്യുന്നതുകൊണ്ട് നല്ല പ്രാക്ടീസാണ്. നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പിൽ അവർ ഈ ഖോബ റൊട്ടി ഉണ്ടാക്കിയെടുക്കും. ഇത് വേഗൂല എന്നൊന്നും പേടിക്കണ്ട. ഇത്രയും കട്ടിയായാലും ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തത് കൊണ്ട് നന്നായിട്ട് ആവിയൊക്കെ വന്ന് റൊട്ടി നല്ലതുപോലെ വെന്ത് കിട്ടും. ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്, മറുഭാഗവും അതുപോലെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കാഴ്ചയിൽ ഭംഗിയാവാൻ വേണ്ടി ഞാനത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് ചേർക്കാം. ഇപ്പോൾ ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ. ആരെങ്കിലും വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. കട്ടിയുള്ളത് കൊണ്ട് കൂടുതൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടേണ്ട. 1-2 റൊട്ടി മതി വയറ് നിറയാൻ. അതുപോലെ തന്നെ ഇത് നമ്മുടെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് കുറച്ച് ഫ്രിഡ്ജിലിരുന്നതാണ്. അപ്പോൾ അത് വെച്ച് ഞാനിത് ഉണ്ടാക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇത് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തു വിട്ട് നോക്കിക്കുക, അവർ നന്നായിട്ട് കഴിക്കും. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു റൊട്ടിയാണ്. കാര്യം നല്ല കട്ടിയുള്ളത് കൊണ്ട് ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയാൽ മതി. കുട്ടികൾക്കൊരു കൗതുകമായിരിക്കും. അവർക്ക് ഫ്രണ്ട്സിൻ്റെ മുന്നെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് കഴിക്കാൻ വേണ്ടി ഇഷ്ടമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ചീരയുടെ കറി ഇല്ലെങ്കിലും ചിക്കനോ അതുപോലുള്ള മറ്റേത് കറി ഉപയോഗിച്ച് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you for watching Mother's Cooking Lab.